സുവിശേഷം പറയാൻ പോയിടാം, എൻ്റെ രക്ഷകനെ പറയാൻ പോയിടാം. സുവിശേഷം പറയാൻ പോയിടാം, എൻ്റെ രക്ഷകനെ പറയാൻ പോയിടാം. ലോകം മുഴുവൻ പോയി പോയി ദുഃഖിതരോട്, രോഗികളോട് രക്ഷകനെ പറയാം, നിത്യജീവൻ പറയാം. ലോകം മുഴുവൻ പോയി പോയി ദുഃഖിതരോട്, രോഗികളോട് രക്ഷകനെ പറയാം, നിത്യജീവൻ പറയാം. ആത്മക്കൾ കൂടെയവനെ, ആത്മക്കൾ കൂടെയവനെ, ആത്മക്കളെ തരേണമേ, ആത്മക്കളെ തരേണമേ. ആത്മക്കൾ കൂടെയവനെ, ആത്മക്കൾ കൂടെയവനെ, ആത്മക്കളെ തരേണമേ, ആത്മക്കളെ തരേണമേ. TV പ്രേക്ഷക സംഗമം എറണാകുളം ജൂൺ 20 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. മിറക്കിൾ സൺഡേ അഞ്ചലിൽ ജൂൺ 23 രാവിലെ 8:30 മുതൽ. സ്ഥലം ജീസസ് വേൾഡ് വർഷിപ്പ് സെന്റർ, അഞ്ചൽ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവജനത്തോടൊപ്പവും ദൈവസാന്നിധ്യത്തോടൊപ്പവുമായിരിക്കുന്നത് നമ്മുടെ ലൈഫിൽ കർത്താവ് തന്ന വലിയൊരു പ്രിവിലേജായിട്ട് നമുക്കതിനെ കാണാം. ഇത് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം കേട്ടതിൻ്റെ തുടർച്ചയായ ഭാഗങ്ങളാണ്. ശിശു എന്ന അനുഭവത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന, അല്ലെങ്കിൽ ദൈവാത്മാവിൻ്റെ ശബ്ദത്തിനനുസരിച്ച് മുൻപോട്ട് പോകുന്ന ഒരനുഭവത്തിലായിരിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ പക്വത എന്ന് പറയുന്നത്, മെച്യൂരിറ്റി എന്ന് പറയുന്നത്. അല്ലാത്തൊരു വ്യക്തിയുടെ ലൈഫിനെ നോക്കിയാൽ നമുക്ക് കാണാം, ഓരോ കുഞ്ഞു കാര്യങ്ങളിൽ പോലും ടെൻഷൻ അടിക്കുകയും എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മളെ നിയന്ത്രിക്കാനില്ലാത്ത, അല്ലെങ്കിൽ അനാഥത്വമുള്ള ഒരവസ്ഥയിലായിരിക്കാം ഒരു വ്യക്തി ആയിരിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവിനെ കേൾക്കുന്ന ഒരു വ്യക്തിക്ക് ഉറപ്പോടെ പറയാൻ കഴിയും, തൻ്റെ ഹൃദയത്തിൽ ബോൾഡ് ഉണ്ടാകും, ദൈവം എന്നോട് സംസാരിച്ചു, ആത്മാവാണ് എന്നെ നടത്തിയത്. ആ ഉറപ്പിൽ ജീവിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തി നിശ്ചയമായും സക്സസ്സിൽ തന്നെ എത്തിച്ചേരും. ഹല്ലേലൂയ. ഇന്നത്തെ മെസ്സേജ് നിങ്ങളുടെ ലൈഫിനെ മാറ്റട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ഒരു വാക്യം കൂടെ വായിക്കാം. ഗലാത്യ ലേഖനം 3:23 വാക്യങ്ങൾ. വിശ്വാസം വരും മുമ്പേ നമ്മളിൽ വെളിപ്പെടാനിരിക്കുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന്റെ കീഴിൽ അവൻ നമ്മളെ അടച്ചു കളഞ്ഞു. കുറച്ച് ഗട്ടിയുള്ള കാര്യമോ? അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിനെ ന്യായപ്രമാണം ക്രിസ്തുവിലേക്ക് നടത്തുവാൻ ശിശുപാലകനായി വസിച്ചു. വിശ്വാസം വന്നതിന് ശേഷമോ ഒരു 3-4 പേര് എൻ്റെ അടുക്ക് ലൈനായിട്ട് നിൽക്കാവോ? അങ്ങോട്ട് തിരിഞ്ഞ്, അങ്ങോട്ട് ഫേസ് ടു അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കാവോ? അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കാവോ? 4 പേര് നിൽക്കാവോ? പുറകിലായിട്ട് നിന്നേ. എന്നൊന്ന് ശ്രദ്ധിക്കാവോ? ഇതൊരു വലിയ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് വിശ്വാസത്തിൽ വരുന്നതിനേക്കാൾ മുമ്പുള്ള വ്യക്തി, ന്യായപ്രമാണത്തിലുള്ള വ്യക്തി. വിശ്വാസം വരുന്നതിനേക്കാൾ മുമ്പ് ഇയാൾ ഏതിൻ്റെ കീഴിൽ അത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, അത് പറയരുത് എന്ന് പറഞ്ഞ് ഉപദേശിച്ചാലേ ഈ മനുഷ്യൻ നേരെയാകത്തുള്ളൂ, എന്നിലേ ഈ മനുഷ്യൻ നിയന്ത്രിക്കപ്പെടത്തുള്ളൂ. എന്നാൽ ഇതേയും ഈ അടുത്ത പടിയിലേക്ക് വരികയാണ്. അടുത്ത പടിയിലേക്ക് എന്ന് പറയുന്നത് ഇതേയും വിശ്വാസത്താൽ നിയന്ത്രിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് വന്നു. ഇദ്ദേഹം യേശുവിൽ വിശ്വസിച്ചു. ആ നിമിഷം മുതൽ ഇദ്ദേഹത്തിന്റെ മുകളിൽ ദൈവത്തിന്റെ കൃപ പകരപ്പെട്ടു, കൃപയാൽ രക്ഷപ്പെട്ടു. ഇദ്ദേഹം നീതീകരിക്കപ്പെട്ടു, പ്രവൃത്തിയാലല്ല വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. അടുത്തൊരു സ്ഥലത്തേക്ക് വന്നു. ഇതാണ് ആത്മനിറവിന്റെ സ്ഥലം എന്ന് പറയുന്നത്. ഒരിക്കൽ ഈ മനുഷ്യൻ നിയമങ്ങളാൽ, മനുഷ്യരാൽ നിയന്ത്രിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടാൻ തുടങ്ങി. ഇനി ചെയ്യേണ്ടതെന്താ? കുറച്ചും കൂടെ സ്ഥലത്ത് ഇത് അനേകര് ഉപദേശിക്കുന്ന വിധത്തിലേക്ക് അയാൾ വളരാൻ തുടങ്ങി. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറയാവോ? ശബ്ദയോടെ ഹല്ലേലൂയ പറയാവോ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. നിങ്ങളുടെ മോൻ വളർന്നു, നിങ്ങളുടെ മോള് വളർന്നു. ആ കുഞ്ഞിനോട് ആഹാരം കഴിക്കുന്നത് ഇങ്ങനെയാണ്. ഇരുന്നോ സഹോദരങ്ങളെ? ആഹാരം കഴിക്കേണ്ടത് ഇങ്ങനെ, എടാ ഇങ്ങനെ കഴിക്കരുത്, അങ്ങനെ കഴിക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഗതികേട് വന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇപ്പോഴും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ആഹാരം കഴിക്കുന്നത് പഠിപ്പിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായപ്പോൾ ആദ്യം അവർക്ക് ചോറ് വാരി കൊടുത്തു.
ഞാൻ ഇന്നും ഓർമ്മയുണ്ട്, കുഞ്ഞുങ്ങളെ ആഹാരം പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അവരവരുടെ ഇനിയും പോകുന്ന കൈ വെച്ചിട്ട് അതങ്ങ് മാന്തും. കണ്ടിട്ടുണ്ടോ? ഇല്ല. മാന്തിയിട്ട് അടുത്ത പുളത്തെ ആക്കി കളയോ. അത് ഇങ്ങനെ ഞെരടി മോന്തയിലും തേച്ച് വായിലോട്ട് കൊണ്ടുപോകത്തില്ല, വായിലോട്ട് ഇങ്ങനെ അങ്ങ് തേക്കുവര്. അങ്ങനെയല്ലേ? നിങ്ങളുടെ കൊച്ചു ഇപ്പോഴും ആ പരുവാണെങ്കിൽ നിങ്ങൾ എന്നെ ചെയ്യോ കൊച്ചിനെ? 10 വയസ്സായിട്ടും കൊച്ചിന്റെ കയ്യിൽ ചോറ് കൊടുത്ത ഇങ്ങനെ പിളിച്ച് വായിലോട്ട് ഇങ്ങനെ പൊത്തി എന്തുമായിരിക്കും ചെയ്യുന്നത്? നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ ചിന്തിച്ചു നോക്കി. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് എപ്പോഴും കുഞ്ഞിനെ ആഹാരം തിന്നുന്ന കാര്യം ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു സ്ഥിതി എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ കുറിച്ചുള്ള മാതാവിന്റെ പ്രതീക്ഷ എന്തുവാ? ഇപ്പോ ചില ചർച്ചിലെ ആളുകൾ പറയുന്നത് ജോൺ ദാരി ബ്രദർ ഇത് പഠിപ്പിക്കണമെന്നാണ്. എടേ, എന്റെ കൊച്ചുകൾ അളുത്ത പൊളുത്ത കഴിഞ്ഞ് പറ. അതിന് പകരം അത് തനിയെ കോരി തിന്നാനും മറ്റൊരാൾക്ക് കോരി കൊടുക്കുവാനും കഴിയുന്ന വിധത്തിലേക്ക് അത് ഉയർന്നു വന്നു. കൈകളടിച്ചൊരു നല്ല ആമീൻ പറ. കൈയടിച്ചൊരു ആമീൻ പറ. ഞാൻ ഈ വാചകം ഉപയോഗിക്കുന്നത് തെറ്റായി വിചാരിക്കരുത്. ഇന്ന് പല ബന്ധുക്ക സഭകളിലും നിത്യതയെക്കുറിച്ചും നിത്യശിക്ഷാവിധിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പഠിപ്പിക്കാനുള്ളൂ. ഇടയവേ, അതിനപ്പുറത്ത് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ആത്മാനുഭവം ഉണ്ട്. അതിനെയാണ് മച്യൂരിറ്റി എന്ന് പറയുന്നത്. ശരിയെന്താ തെറ്റെന്താന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു ആത്മാനുഭവം ഉണ്ട്. അത് ഒരു വ്യക്തിക്ക് ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ നിറവ് വരണം, ആത്മാനുഭവം ഉണ്ടാകണം, ആത്മാവിനാൽ നയിക്കപ്പെടണം. അതിന്റെ പേരാ മച്യൂരിറ്റി എന്ന് പറയുന്നത്. ജോൺ ദാരി ബ്രദർ എപ്പോഴെങ്കിലും നിത്യജീവനെ അല്ല എന്തിനെ കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ടോ? എന്തിനെ കുറിച്ചാ പ്രസംഗിക്കണ്ടേ? ഒരു നല്ല ആമീൻ പറയാവോ? നിങ്ങൾ ശിക്ഷാവിധിയെ കുറിച്ച് ജോൺ ബ്രദർ പഠിപ്പിക്കുന്നുണ്ടോ? എടേ, നീ നിക്ക്. അതിനൊക്കെ ഒരുപി ഞാൻ പഠിപ്പിക്കുന്നത് എന്താന്ന് ഞാൻ പറയാം. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറയാവോ? ശബ്ദഹീനത്തിൽ ഹല്ലേലൂയ പറയാവോ? ദൈവം നമ്മെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അതാ ഞാൻ പഠിപ്പിക്കുന്നത്. അതിന്റെ തൊട്ട് താഴത്തെ വാക്യം, നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആത്മാവിനാൽ നാളെ എന്താ സംഭവിക്കുന്നതെന്നും ഇപ്പോഴെന്താ സംഭവിക്കുന്നതെന്നും നാളെ ഈ എന്റെ ജീവിതം എങ്ങനെയാ നിയന്ത്രിക്കപ്പെടേണ്ടതെന്നും ആ അനുഭവത്തിൽ വളരുന്നതാണ് ആത്മീയ പക്വത എന്ന് പറയുന്നത്. അപ്പൊ ബ്രദറെ, ആത്മീയ പക്വതയിലേക്ക് വരാൻ നിരന്തരം ആത്മീയ അനുഭവങ്ങളെ പ്രസംഗിക്കണം. നിരന്തരം അനുഗ്രഹത്തെ പ്രസംഗിക്കണം. നിരന്തരം നന്മകളെ പ്രസംഗിക്കണം. അപ്പൊ ഞാൻ നിങ്ങളോട് അനുഗ്രഹത്തെ പ്രസംഗിച്ച അനുഗ്രഹിക്കപ്പെടുന്ന ഓരോ അനുഗ്രഹങ്ങളും ഓരോ അനുഭവങ്ങളും നിങ്ങളെ ആത്മീയമായി വളർത്തുകയുള്ളൂ. പൊട്ടന്മാരാണ് പലരെ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതനുസരിച്ച് വ്യഭിചാരത്തിന് ജീവിക്കത്തില്ല. അനുഗ്രഹിക്കപ്പെടുന്ന അനുസരിച്ച് നിങ്ങൾ കർത്താവുമായി അടുക്കത്തേയുള്ളൂ. ആ അടുപ്പമാണ് നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുന്നത്. സഹോദരങ്ങളെ, തെറ്റും ശരിയും മനസ്സിലാക്കിയപ്പോഴാണോ നിങ്ങൾ മാനസാന്തരപ്പെട്ടത്? അതോ കർത്താവുമായി അടുത്തപ്പോഴാണോ മാനസാന്തരപ്പെട്ടത്? നിങ്ങൾ പറ. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് തെറ്റാണെന്ന്. എന്താണ്? നിങ്ങൾക്ക് തെറ്റ് ശരിയെ നേരത്തെ അറിയാം, പക്ഷെ നിങ്ങൾ ചെയ്യുന്നില്ലായിരുന്നു. പക്ഷെ കർത്താവുമായി അടുത്തപ്പോ തെറ്റും തെരിയും മുഴുവൻ ഞാൻ ഉപേക്ഷിച്ചു. ഞാൻ കർത്താവുമായി അടുക്കുന്നതിന് ധാരാളം മുഖാന്തരങ്ങളുണ്ട്. രോഗസൗഖ്യങ്ങളുണ്ട്, അത്ഭുതങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്, ആത്മീയ അനുഭവങ്ങളുണ്ട്. സ്വർഗത്തിലെ സകല ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ എന്നെ കർത്താവുമായി അടുപ്പിക്കുക ചെയ്യുന്നത്. ആ അടുപ്പിക്കുന്നതാണ് എന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. ആരെങ്കിലും എന്റെ ഒപ്പം എത്തിയോ? നിങ്ങൾ അടുത്ത വാചകം കണ്ടോ? ആത്മാവ് തന്നെ സകലത്തെയും ദൈവത്തിന്റെ ആഴം അറിയുന്നു എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നത് നമ്മളെ നാളത്തെ ഫ്യൂച്ചറിനെ മനസ്സിലാക്കി തരാൻ മാത്രമല്ല, ദൈവത്തിന്റെ ആഴങ്ങൾ കൂടെ പറഞ്ഞു തരാനാണ്. ഈ ദൈവത്തിന്റെ ആഴം എന്ന് പറഞ്ഞാൽ എന്തുവെന്ന് വല്ല പിടിയുണ്ടോ? കഴിഞ്ഞ ദിവസം ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോന്നുന്നു, ആദിയിൽ ദൈവം ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ചു. എല്ലാവരും പറ, ആകാശം എന്ന് എഴുതിയിരിക്കുന്ന വാചകം ഹെവൻസ് എന്നാണ്. ദൈവം എന്ത് ചെയ്തു?
ആകാശങ്ങളെ എന്ന് പറഞ്ഞ സ്വർഗങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു. എല്ലാവരും പറ, സ്വർഗങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ദൈവം ആദിയിൽ സ്വർഗത്തെ സൃഷ്ടിച്ചു അല്ലേ? അപ്പൊ ദൈവം എവിടെയായിരുന്നു? അപ്പൊ ദൈവം, നിങ്ങൾ ചിന്തിച്ചു, ദൈവം സ്വർഗത്തെ സൃഷ്ടിച്ചിട്ട് അതിനകത്ത് കയറി ഇരിക്കുമായിരുന്നോ? നിങ്ങൾ ആരെല്ലാം കൂടി ഇല്ലേ? അപ്പൊ സ്വർഗത്തെ സൃഷ്ടിക്കണൊക്കെ മുമ്പ് ദൈവത്തിനൊരു ഭവനം ഇല്ലായിരുന്നോ? ആരും ഇല്ലേ ഇവിടെ? ആദിയിൽ ദൈവം ആകാശം എന്ന് എഴുതിയിരിക്കുന്നത് സ്വർഗങ്ങൾ. ആ സ്വർഗം സൃഷ്ടിക്കുന്നത് വരെ ദൈവം എവിടെ വസിച്ചിരുന്നേ? ബൈബിളിൽ അതിന് വ്യക്തമായ തെളിവുണ്ട്, പക്ഷെ നമ്മൾ വായിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടോ? Are you listening to me? അതിന്റെ ദൈവിക ആഴങ്ങൾ എന്നാ പറയുന്നേ. ഇതിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു നല്ല ആമീൻ പറ. ശബ്ദം കേട്ടൊരു ഹല്ലേലൂയ പറയാം. ഹാനോക്ക് 300 കൊല്ലം കർത്താവിനോടൊപ്പം നടന്നു. എന്തുമായിരിക്കും കർത്താവിനോടൊപ്പം സംസാരിച്ച്? ഹാനോക്കിന്റെ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞ 2 വോളിയം ഇന്ന് വെളിയിൽ മേടിക്കാൻ കിട്ടും. അന്ന് 300 വർഷം കർത്താവിനോട് സംസാരിച്ച കാര്യം മുഴുവൻ ചുരുളുകളായി അദ്ദേഹം എഴുതി വെച്ചിരുന്നു. നിങ്ങളത് എടുത്ത് വായിക്കണമെന്നില്ല, കാരണം കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാത്തതുണ്ട്. അതുകൊണ്ടാണ് ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Are you listening? 300 കൊല്ലം എങ്ങനെ ദൈവമായിട്ട് സംസാരിച്ചുകൊണ്ട് നടക്കാൻ പറ്റും? ചിന്തിച്ചിട്ടുണ്ടോ? എന്തുമായിരിക്കും 300 കൊല്ലം അദ്ദേഹം സംസാരിച്ചത്? അദ്ദേഹം സംസാരിച്ച് മുഴുവൻ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അടുത്തിരിക്കുന്നവരോട് പറ, ദൈവത്തിന്റെ ആഴങ്ങൾ. ദൈവത്തിന്റെ ആഴങ്ങൾ. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, സ്വർഗം എത്ര ഉണ്ടെന്ന് അറിയാവോ? ഏത് സ്വർഗത്തിലാണ് നിങ്ങൾ പോകുന്നതെന്ന് അറിയാവോ? നരകവും സ്വർഗവും ഉണ്ട്, അതറിയാം. ഞാനിപ്പോ അങ്ങോട്ട് കടന്നാൽ നിങ്ങൾ കുഴയത്തേ ഉള്ളൂ. പൗലോസ് പറയുന്നത് ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്നാണ്. അപ്പൊ അതിനപ്പുറത്തൊരു സ്വർഗത്തുണ്ടോ? ഈ വെളിപ്പാട് പുസ്തകം വായിച്ചാൽ സ്വർഗത്തിൽ ഒരു യുദ്ധം നടന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോ സ്വർഗത്തിൽ യുദ്ധം നടക്കണമെങ്കിൽ ഈവൻ ആരവിടെ കയറി ചെന്നിട്ടുണ്ട്? അവൻ അവിടെ കയറി ചെന്നിട്ടുണ്ട്. അവൻ അവിടെ കയറി ചെല്ലുന്ന സ്വർഗം ഉണ്ടോ? അപ്പോ ആകെ നിങ്ങളെ കുഴച്ചില്ലേ? ഞാൻ തൃപ്തനാണ്, തിരിച്ചിറങ്ങി വരാം. കൈയടിച്ചൊരു നല്ല ആമേൻ പറഞ്ഞാട്ട്. എന്ന് പറഞ്ഞാൽ നമുക്കിന്നും ആത്മീയ ഗോളത്തിലെ മാനസാന്തരം, പാപത്തിന് മാറടാ, നിനക്ക് ശിക്ഷയുണ്ടടാ എന്ന് പറഞ്ഞിരിക്കുന്നതിന് അപ്പുറത്തേക്ക് കർത്താവുമായി നടക്കാനോ കർത്താവുമായി സക്സസിൽ ജീവിക്കാനോ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുവാനോ ഇന്ന് സഭ ഇപ്പോഴും തയ്യാറായിട്ടില്ല. ഞാൻ ഫോക്കസ് ചെയ്തത് നിങ്ങളെ കർത്താവുമായി നടത്താൻ പഠിപ്പിക്കുക ചെയ്തത്. ആരെങ്കിലും കർത്താവുമായി നടക്കാൻ പഠിച്ചാൽ അയാൾ തെറ്റ് ചെയ്യാതിരിക്കാൻ അയാൾ ഉപദേശിക്കേണ്ടി വരത്തില്ല. അയാള് തെറ്റിൽ നിന്ന് ഒഴിയാൻ തുടങ്ങും. സഹോദരങ്ങളെ, ഞാൻ പള്ളിയിൽ പോകുമായിരുന്നില്ല. ഞാൻ സ്നാനപ്പെട്ട അല്ലെങ്കിൽ യേശുവിനെ അറിഞ്ഞതിന് ശേഷം ഞാൻ പള്ളിയിൽ, കത്തോലിക്ക പള്ളിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അവിടെ ഒരു മാനസാന്തര പ്രസംഗമൊന്നുമില്ല. പള്ളിയിൽ അച്ഛൻ 15 മിനിറ്റ് പറയുന്നത് എനിക്ക് അമൃതായിരുന്നു. Are you listening? പക്ഷേ അച്ഛനല്ല എന്റെ പുറകെ നടന്ന് ഉപദേശിച്ച് വഴി നടത്തിയത്. അന്ന് എനിക്കൊരു 20-22 പേര് പ്രേമിക്കുന്നുണ്ട് ഞാൻ ഒരേപോലെ. ഞാൻ എത്ര പെൺപിള്ളേരെ പ്രേമിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. 10 മിനിമം ഉണ്ട്. കള്ളമൊന്നുമല്ല പറയണേ, ശരിക്കും ശരിയാ പറയുന്നേ. കടയിൽ വരുന്ന എല്ലാറ്റിനും കമ്പനിയാണ് ഞാൻ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എന്നെ ആരും ഉപദേശിച്ചിട്ടല്ല ആ സ്വഭാവത്തിൽ നിന്ന് ഞാൻ മനം തിരിഞ്ഞത്. ആരോ ഒരാളെ അങ്ങനെ അരുത് എന്ന് പറയുന്നത് മനസ്സിലാകുമായിരുന്നു. നിങ്ങൾ ആരും എൻ്റെ കൂടെ ഇല്ലാത്ത എന്താ? ഒരു നല്ല ഹല്ലേലൂയ പറയാത്ത എന്താ? Are you listening? ആത്മാവിനാൽ നയിക്കപ്പെടുക. ഞാൻ പറഞ്ഞു, അന്ത്യകാലത്ത് സകല ജഡത്തിന് മേലും അഭിഷേകം ആത്മാവിനെ പകരും. അവരെന്ത് ചെയ്യാൻ തുടങ്ങും? പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കാൻ തുടങ്ങും. യൗവനക്കാർ പ്രവചിക്കാൻ തുടങ്ങുമ്പോൾ വൃദ്ധന്മാർ എന്ന് പറഞ്ഞാൽ, വൃദ്ധന്മാർ എന്ന് പറഞ്ഞാൽ 50 മേലോട്ടുള്ളവരല്ല കേട്ടോ, അങ്ങനെ ചിന്തിച്ചു കളയരുത്. സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങും. എന്താ അതിന്റെ അർത്ഥം? അന്ത്യകാലത്ത് കർത്താവ് വരുന്നതിനേക്കാൾ മുമ്പ് സകല ആളുകളും നിയന്ത്രിക്കപ്പെടുന്നത് ആത്മാവിനാലാകാൻ തുടങ്ങും. അതാണ് അന്ത്യകാലത്തിന്റെ പ്രത്യേകത.
പ്രവചിക്കാൻ തുടങ്ങും. എന്ത് ഈ പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടത് പറയുന്നതിനെയാണ് പ്രവചനം എന്ന് പറയുന്നത്. ഞാൻ കേട്ടത് പറയുന്നതിനെയാണ് പ്രവചനം എന്ന് പറയുന്നത്. ആര് കാണിച്ചു തന്നത്? ദൈവം കാണിച്ചു തന്നത്. ആര് പറഞ്ഞു തന്നത്? ദൈവം പറഞ്ഞു തന്നത്. അത് ഉറക്കെ വിളിച്ചു പറയുന്നതിനെയാണ്. അത് മറ്റൊരാളുടെയോ എൻ്റെയോ ജീവിതത്തിലുള്ളതായിരിക്കാം. അത് വിളിച്ചു പറയുന്നതിനെയാണ് പ്രവചനം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ സ്വപ്നങ്ങളിലൂടെ, ദർശനങ്ങളിലൂടെ നടത്താൻ തുടങ്ങുന്ന കാലഘട്ടമാണ് അന്ത്യകാലഘട്ടം. കാരണം എന്താ? എങ്കിൽ മാത്രമേ കർത്താവിനോടുകൂടെ ഞാൻ എടുക്കപ്പെടത്തുള്ളൂ. നിങ്ങൾക്ക് വേദന ഉണ്ടാകുന്നൊരു കാര്യം പറയട്ടെ. മാനസാന്തരപ്പെട്ടുകൊണ്ട് മാത്രമല്ല നിങ്ങൾ നിത്യതയിൽ പോകുന്നത്, കർത്താവിനാൽ നയിക്കപ്പെടുന്നതുകൊണ്ടാണ് നിങ്ങൾ നിത്യതയിൽ പോകുന്നത്. അയ്യടാ, കൈ അടിച്ചത് കേട്ടാലും കൊള്ളാം. കർത്താവിനാൽ നയിക്കപ്പെടുന്നതിന്റെ ഏറ്റവും ആദ്യത്തെ പടിയാ ദൈവത്തിൽ നിന്ന് കേൾക്കുക എന്നത്. ചില ആളുകൾ ചോദിച്ചു, ബ്രദറെ എനിക്ക് ദൈവത്തിൽ നിന്ന് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഒരു വാചകം വായിച്ചിട്ട് ഞാൻ ക്ലോസ് ചെയ്യാം. യോബിന്റെ പുസ്തകം 33-14 വാക്യം. 1-2 പ്രാവശ്യം ദൈവം അരുളി ചെയ്യുന്നു, മനുഷ്യൻ അത് കൂട്ടാക്കുന്നില്ല. ദൈവം മനുഷ്യനോട് 1-2 പ്രാവശ്യം സംസാരിക്കും, പക്ഷെ അവൻ കേൾക്കുന്നില്ല. അടുത്ത വാചകം, ഗാഢനിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ, അവൻ ശയ്യയിൽ നിദ്ര കൊള്ളുമ്പോൾ, സ്വപ്നത്തിൽ, രാത്രിയിൽ, ദർശനത്തിൽ തന്നെ അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു. ഒന്ന് പറഞ്ഞാൽ, ദൈവം ഒരാളോട് പറഞ്ഞിട്ട് അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവം ചെയ്യുന്ന അടുത്ത പരിപാടി, രാത്രി ഉറങ്ങാൻ നേരത്ത് അവന്റെ ഹൃദയം തുറക്കും. അതാണ് അവന്റെ സ്വപ്നങ്ങൾ. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചു, ബ്രദറെ ഞാൻ എപ്പോഴും എൻ്റെ ഭർത്താവിനെ സ്വപ്നം കാണുന്നത്. ഞാൻ ചോദിച്ചു, എവിടാ? അദ്ദേഹം ദൂരെയാ. എന്തുവാ കാണുന്നേ? ആ മനുഷ്യൻ തെറ്റായി ചില കാര്യങ്ങളിൽ ഏർപ്പെടുന്നതാ കാണുന്നേ. ഇതൊക്കെ ദൈവം തരുന്ന സ്വപ്നമാണോ? ഞാൻ പറഞ്ഞു, ദൈവം തരുന്ന സ്വപ്നമോ? നിന്റെ ഭർത്താവിന് വേണ്ടി നീ ഇടിവിൽ നിൽക്കാൻ കർത്താവ് നേരത്തെ പറയുവോ? അവനെ പിശാച് വശീകരിച്ച് അവനെ നശിപ്പിക്കാൻ പോകുകയാണെന്ന് നേരത്തെ നിന്നോട് സംസാരിക്കുവോ? അതിനോട് ശ്രദ്ധിക്കൂ. അടുത്തിരിക്കുന്ന ആളെ തട്ടിയിട്ട് പറ, ശ്രദ്ധിക്കൂ. അതിനോട് നീ റെസ്പോണ്ട് ചെയ്തില്ല എങ്കിൽ, അതനുസരിച്ച് നീ നിന്റെ ജീവിതത്തെ ആ കണ്ടതനുസരിച്ച് ആ സ്വപ്നം പോലെ നീ റെസ്പോണ്ട് ചെയ്തില്ല എങ്കിൽ അടുത്തത് വരില്ല, അടുത്ത സ്വപ്നം വെളിപ്പെടത്തില്ല. നിങ്ങൾ അതിനെ ആമീൻ എന്ന് പറഞ്ഞില്ല. നമ്മൾ സ്വപ്നം കണ്ട എന്നത് പറയുന്നത്, ഇന്ന് രാത്രിയിൽ എന്തൊക്കെയോ കണ്ട്. പറ അടുത്തിരിക്കുന്നവരോട് മുഖത്ത്, എന്തൊക്കെയോ രാത്രി കിടന്ന് കണ്ടു. ഇങ്ങനെയല്ലോ സ്വപ്നം കണ്ട എഴുന്നേറ്റാ പറയുന്നേ. അതെന്താണെന്നോ അതൊന്ന് എഴുതി വെക്കാനോ ഞാൻ നിങ്ങളോട് പറയാം. പിശാചിന് ഒരിക്കലും നിങ്ങൾക്ക് സ്വപ്നം തരാൻ പറ്റത്തില്ല. പിശാച് സ്വപ്നം തരുന്ന സ്ഥലങ്ങൾ ഞാൻ അടുത്ത ആഴ്ചകളിൽ എപ്പോഴെങ്കിലും പറഞ്ഞുതരാം. നിങ്ങളുടെ ഗാഢമായ ഉറക്കത്തിൽ പിശാചിന് കയറി വരാൻ പറ്റത്തില്ല. ബൈബിളിൽ അങ്ങനെ ഒരു ലേഖനമില്ല. നിങ്ങളുടെ ആഴത്തിലുള്ള ഉറക്കത്തിൽ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളെല്ലാം തന്നെ ദൈവത്തിൽ നിന്നുള്ളതാണ്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമീൻ പറ. ആ സ്വപ്നത്തോട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്താൽ അടുത്ത ദിവസം അടുത്ത സ്വപ്നം ദൈവം കാണിക്കാൻ തുടങ്ങും. ഞാൻ നിങ്ങളോട് പറയാം, അത് ഏറ്റവും താഴെയുള്ള സ്റ്റാൻഡേർഡാണ്. ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നില്ല, ദൈവത്തിനൊരു കാര്യം നിങ്ങളോട് കൺവേ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ആ കൺവേ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ദൈവം സ്വപ്നത്തിലൂടെ സംസാരിക്കുന്നത്. ആദ്യ പാഠങ്ങളിൽ നിന്നും ആത്മാവിനാൽ നടത്തപ്പെടുന്ന അനുഭവത്തിലേക്ക് വളരുന്ന ഒരു വ്യക്തിയാണ് തൻ്റെ ജീവിതത്തിൽ ചില നന്മകളെ അവകാശമാക്കുന്നത്. തുടരുത്, പിടിക്കരുത്, മാനസാന്തരപ്പെടുവിൻ, ജീവിക്കുന്നൊരു ദൈവമുണ്ട് എന്ന് പറയുന്ന ആദ്യ അനുഭവങ്ങളിൽ നിന്നും ക്രിസ്തുവിനെ അനുഭവിക്കുന്ന, ക്രിസ്തുവിനാൽ നടത്തപ്പെടുന്ന, ചിലതിനെ ആത്മാവിൽ മനസ്സിലാക്കുവാൻ കഴിയുന്ന പക്വതയുള്ള ഒരനുഭവത്തിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുവരട്ടെ. വലിയ ബ്ലെസ്സിങ്ങൾ ലൈഫിലുണ്ടാകട്ടെ. നന്മകൾ കൊണ്ട് കർത്താവ് നിറയ്ക്കട്ടെ. നമുക്ക് ചില സാക്ഷ്യങ്ങൾ കാണാം. സിസ്റ്ററിന്റെ പേര് ലേഖ എന്നാണ്. ലേഖ സിസ്റ്ററിന്റെ മോളുടെ സാക്ഷ്യവുമായാണ് അവർ നിൽക്കുന്നത്. പുന്തലത്താഴത്ത് നിന്നാണ് കടന്നു വരുന്നത്. ഈ മകൾക്ക് 1 മാസമായിട്ട് ശരീരം മൊത്തം വെള്ളപ്പാടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ കാണിക്കുകയും ആ കാണിച്ചപ്പോൾ 1 വർഷത്തോളം മരുന്ന് കഴിക്കണമെന്ന് ഡോക്ടർ പറയുവാനിടയായി. അതിനുശേഷം ചർച്ചിൽ വിളിച്ച് പ്രാർത്ഥിക്കുകയും
തിരിച്ച് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി മരുന്ന് കഴിക്കേണ്ട, മോളുടെ ശരീരത്തെ ഒരു പാട് പോലും ഇല്ലെന്ന് പറയുവാൻ. ഡോക്ടറെ കാണിച്ചു, ആ സ്കിന്നിൽ പ്രോബ്ലം ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പൊ ആ സ്കിൻ പ്രോബ്ലം ഒന്നും ഇല്ല. ഈ സുന്ദരിയുടെ ഈ കാര്യമൊന്നും അറിഞ്ഞില്ലല്ലോ ഞാൻ. സന്തോഷമായിട്ട് പോയത് കേട്ടോ. ഈ സിസ്റ്റർ പേര് ഭാവന ശ്യാം എന്നാണ്. കല്ലുവാതുക്കൽ എന്ന സ്ഥലത്ത് നിന്നാണ് കല്ലുവാതുക്കൽ നിന്നാണ് വരുന്നത്. 4 മാസമായി ഈ സിസ്റ്ററിന് ഭയങ്കര വയറുവേദനയും നടുവേദനയായി ഭാരപ്പെടുകയായിരുന്നു. ഈ വയറുവേദന വരുമ്പോൾ ഈ സിസ്റ്റർ മറ്റൊരാളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടത്തില്ല. അത്രയും പ്രയാസമോ? വേദനയാ. അതേപോലെ തന്നെ തല കറങ്ങി വീഴുവാനായിട്ട് ഇടയാകുമെന്ന് പറയുവാനായിട്ട് ഇടയായി. ഭയങ്കര കാര്യമാണല്ലോ. മോള് തന്നെ പറഞ്ഞേ, എന്തുവാ മോളുടെ പ്രയാസം ഉണ്ടായിരുന്നേ? എനിക്കൊരു രാത്രിയായപ്പോ ഒരു ആൾരൂപം വന്ന് കയറുന്ന എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ തട്ടി മാറ്റി, എന്നിട്ടും അത് വന്ന് കയറി. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പം ഭയങ്കര വയറുവേദനയും നടുവേദനയായിട്ട്, വയറുവേദന വരുമ്പോൾ തലകറങ്ങി അങ്ങ് വീഴും. അങ്ങനെ അതുപോലെ വേദനയാ, തലകറങ്ങി വീഴും. ഓക്കെ, പറഞ്ഞേട്ടെ. ഒക്ടോബർ മാസത്തെ ഡെലിവറൻസ് മീറ്റിംഗിന് ഈ സിസ്റ്റർ പങ്കെടുക്കാനായിട്ട് ഇടയായി. കഴിഞ്ഞ 2 മാസം മുമ്പ് പങ്കെടുക്കാനിടയായി. അപ്പൊ ആ ഡെലിവറൻസ് മീറ്റിംഗിൽ ബ്രദർ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ശാരീരികമായിട്ട് ഇങ്ങനെ പ്രയാസമുള്ളവര് കടന്നു വരാൻ പറഞ്ഞു. അങ്ങനെ ഈ മകള് ഭയങ്കരമായിട്ട് തുള്ളി ഫ്രണ്ടിലോട്ട് വരികയും ഇടയായി. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് ആമേൻ. അതിനുശേഷം മോള് പറയുന്നെന്ന് വെച്ചാൽ ഇതുവരെയും ആ നടുവേദനയോ ആ വയറുവേദനയോ വരുവാനായിട്ട് ഇടയായില്ല. ആന്റിയുടെ പേര് ലതിക എന്നാണ്. മയ്യനാട് നിന്നാണ് ആന്റി വരുന്നത്. ആന്റിയുടെ ഹസ്ബൻഡിന് ഉണ്ടായ മദ്യപാനം മാറിയ സാക്ഷ്യം പറയാനാണ് ആന്റി ആയിരിക്കുന്നത്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാൻ നമുക്ക്. ചെറിയ കാര്യമല്ല. ആന്റി പറയുന്നത് 20 വർഷമായി തൻ്റെ ഹസ്ബൻഡ് മദ്യപിക്കുമായിരുന്നു. അതിനെ തുടർന്ന് ആന്റിക്ക് വീട്ടിലായിരിക്കാൻ കഴിയത്തില്ല. ഹസ്ബൻഡ് ഉള്ള സമയത്ത് ആന്റി വീട്ടിൽ വരുത്തില്ല എന്നായിരുന്നു ആന്റി പറഞ്ഞത്. അത്രയും പ്രശ്നമാണ്. ഹസ്ബൻഡ് ഉറങ്ങുന്ന സമയത്തോ വീട്ടിലില്ലാത്തപ്പോഴാണ് ആന്റി വീട്ടിൽ വരുന്നത്. ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, അത് തട്ടിക്കളയുകയൊക്കെ ചെയ്യുമായിരുന്നു. വീട്ടിൽ ഹസ്ബൻഡ് ഉള്ള സമയത്ത് വരത്തില്ല. മാറി അപ്പുറമൊക്കെ ഇരിക്കും. ചോറൊന്നും വെക്കാൻ നമ്മ ഇതില്ല. ചിലപ്പോൾ ചോറ് വെക്കാൻ നമ്മള് വെള്ളം അടുപ്പി വയ്ക്കുമ്പോൾ ആ വെള്ളത്തിൽ വന്ന് വെള്ളം എടുത്തും ഒഴിച്ചാളായി അടുപ്പിൽ. പിന്നെ ഉറങ്ങുന്ന സമയത്ത് ഓടി വന്ന് ആഹാരമൊക്കെ കഴിക്കും. പിന്നെ ഉണ്ടെങ്കിൽ അടുത്ത വീട്ടിൽ പോയി ഇരിക്കുകയൊക്കെ ചെയ്യും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. എത്ര വർഷമായിട്ട് ഇങ്ങനെയാ? 20 വർഷം. കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലമായി? 21 വർഷമായി. ഈ ഇത്രയും 20 കൊല്ലമായിട്ട് കള്ളു കുടിക്കുന്ന കാരണം ഇങ്ങനെയാ ജീവിക്കുന്നത്? അങ്ങ് പോയി ജീവിച്ച് തട്ടിമുട്ടിയൊക്കെ. നിങ്ങളും ചിന്തിച്ചു നോക്കിയേ. ആഹാരം കഴിക്കാൻ കഴിയത്തില്ല, വെള്ളം വയ്ക്കാൻ കഴിയത്തില്ല. സ്ഥിതി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കർത്താവ് കൊടുത്ത ആ വലിയ വിടുതലിന് നന്ദി പറഞ്ഞേ. TV പ്രേക്ഷക സംഗമം മാർത്താണ്ഡം ജൂൺ 25 രാവിലെ 10:30 മുതൽ. സ്ഥലം ലക്ഷ്മി നാരായണ കല്യാണ മണ്ഡപം, മാർക്കറ്റ് റോഡ്, മാർത്താണ്ഡം. TV പ്രേക്ഷക സംഗമം കോട്ടയത്ത് ജൂൺ 26 രാവിലെ 10:30 മുതൽ. സ്ഥലം മാമൻ മാപ്പിള ഹാൾ, കോട്ടയം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ ജൂൺ 27 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, തൃശൂർ. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്തും പാറശാലയിലും ജൂൺ 30 രാവിലെ 11 മുതൽ AJ ഹാൾ, കുമാരപുരം. വൈകുന്നേരം 4:30 മുതൽ ഷീല കല്യാണ മണ്ഡപം, പാറശാല. കർത്താവിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയാം. ജീവിക്കുന്നൊരു ദൈവത്തെ ഇന്ന് നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നല്ലോ. അത്ഭുതങ്ങളെ അവിശ്വസിക്കുകയും അത്ഭുതങ്ങൾ വെറുതെ എന്ന് പറയുന്ന ലോകത്തിൻ്റെ ഇടയിൽ അത്ഭുതങ്ങൾ അനുഭവിക്കുവാനും അതിനെ വിശ്വസിക്കുവാനും കഴിയുന്നത് കർത്താവ് തിരഞ്ഞെടുത്ത വ്യക്തികൾക്ക് മാത്രമാണ്. കർത്താവിനെ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ്. അതിൻ്റെ ഭാഗമാകുവാൻ കർത്താവ് നമ്മളെയും കണ്ടതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വിശ്വാസത്തോടെ ഉറപ്പോടെ ജീവിതത്തിലായിരിക്കുന്ന മേഖലകളെ യേശുവിൻ്റെ നാമത്തിൽ ജയിച്ചാട്ടെ. രോഗികളായിരിക്കുന്നവർ രോഗമുള്ള ഭാഗത്തെ കൈവച്ചാട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെ കാണുന്ന രോഗികളായിരിക്കുന്നവരെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം ഇപ്പോൾ തന്നെ ശരീരങ്ങളിൽ ചലിക്കട്ടെ അപ്പാ. ഇപ്പോൾ തന്നെ ശരീരങ്ങളിൽ ചലിക്കട്ടെ അപ്പാ. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവെ. ആഹാരം കഴിക്കുവാൻ കഴിയാത്ത, ആഹാരം കഴിക്കുമ്പോൾ ഇറങ്ങുന്നില്ല എന്ന് തോന്നുന്ന വിധത്തിൽ പ്രയാസത്തോടെ ആയിരിക്കുന്ന അത് വ്യക്തിക്ക് ദഹനത്തോട് ബന്ധിക്കപ്പെട്ടല്ല, കഴിക്കുവാനേ കഴിയുന്നില്ല.
അങ്ങനെ ഒരു വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. അങ്ങനെ ഒരു വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം കർത്താവെ ആ വ്യക്തിയുടെ മേൽ ചലിക്കട്ടെ അപ്പാ. അത് ചലിക്കട്ടെ അപ്പാ. യേശുവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അതേപോലെ തന്നെ ലോക്ക്ഡൗണിന് മുമ്പ് താൻ ചെയ്ത കാര്യങ്ങളിലെല്ലാം തനിക്കൊരു മുന്നേറ്റം ഉണ്ടായിരുന്നു. എന്നാൽ അതിന് ശേഷം പലതും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു കാര്യത്തിലും തനിക്കൊരു നന്മയില്ല എന്ന ഭാരത്തോടായിരിക്കുന്ന ഒരു വ്യക്തി, മനസ്സുകൊണ്ട് തകർന്നു പോയൊരു വ്യക്തിയെ കർത്താവ് പണിയുകയാണ്. അവൻ നിൻ്റെ സമീപയുണ്ട്, കർത്താവ് നിൻ്റെ സമീപയുണ്ട്. അവൻ്റെ മുഖമൊന്ന് നോക്കിയാട്ടെ, ആ ശബ്ദമൊന്ന് കേട്ടാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ബ്രഹ്മനോട് വാദിക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ ബലങ്ങളും ഉടയട്ടെ അപ്പാ. മനസ്സിനെ ഇടിച്ചു കളഞ്ഞ് അസമാധാനത്തെ കൊണ്ടുവന്ന എല്ലാ ഇരുട്ടിൻ്റെ ശക്തികളും യേശുവിൻ്റെ നാമത്തിൽ ഉടഞ്ഞു പോകട്ടെ അപ്പാ. കർത്താവെ, പണിയുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവേ, വിടുവിക്കുന്ന അവിടുത്തെ കൃപയ്ക്കായി നന്ദി. താങ്ക് യു ജീസസ്. നന്മകൾ കൊണ്ട് നിറച്ചാട്ടെ അപ്പാ. ഞങ്ങളെ കാണുന്ന കുടുംബങ്ങളിൽ ഞെരുക്കത്തിലായിരിക്കുന്നവർ വലിയൊരു വിശാലതയിലേക്ക് വരട്ടെ, വലിയൊരു വിശാലതയിലേക്ക് വരട്ടെ. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. എല്ലാവിധമായ നന്മകൾ കൊണ്ടും കർത്താവ് നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.